എല്ലാവർക്കും നമസ്കാരം. പത്തനംമാറ്റ സീരിയലിന്റെ നാളത്തെ സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ ആദർശും നയനയും കൂടി ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് ശരിക്കും നമ്മുടെ അനാമിക ആ ഒരു ദേവയാനിയുടെ സ്വഭാവത്തിൽ വന്ന മാറ്റങ്ങളെ കുറിച്ചൊക്കെ ആലോചിക്കുക. എന്താ ഈ വല്യമ്മ ഇങ്ങനെ പോവുകയാണെങ്കിൽ അധികം താമസിയാതെ നയനയുടെ പക്ഷത്താകുമല്ലോ. ആകെ ഈ വീട്ടില് തനിക്ക് ഒരു പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്നത് വല്യമ്മയാണ്. അപ്പം അവര് കൂടി ഇനി മാറി ചിന്തിച്ചു കഴിഞ്ഞാല് പിന്നെ തന്റെ കാര്യം പരിങ്ങലിലാകുമല്ലോ എന്നൊക്കെ ആലോചിച്ച് അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ മൂർത്തി മുത്തശ്ശന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ദേവയാനി. അപ്പം ദേവയാനി, നീ ഇനി ചില കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഞങ്ങളുടെയൊക്കെ നിർബന്ധപ്രകാരമാണ് നീ മോളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതെങ്കിലും നിന്റെ സ്വഭാവത്തിലും മൊത്തത്തിലൊരു മാറ്റമൊന്നും ഞങ്ങൾ ആരും കാണുന്നില്ല. അച്ഛനോട് ഞാൻ പറഞ്ഞതല്ലേ എനിക്ക് ഒരിക്കലും അവളെ സ്നേഹിക്കാൻ കഴിയില്ല എന്ന്. പിന്നെ എന്റെ മോൻ വിഷമിക്കുമല്ലോ എന്ന് ആലോചിച്ചിട്ടാ ഞാൻ അവളെയും കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നതെന്ന് ദേവയാനി ഒരിക്കൽ കൂടി നമ്മുടെ മൂർത്തി മുത്തശ്ശന്റെ അടുത്ത് സംസാരിച്ചു. അപ്പൊ മുത്തശ്ശൻ പറഞ്ഞു, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ദേവേനി. എന്തെങ്കിലും ഒരാപത് വന്നു കഴിഞ്ഞാല് ഈ പറയുന്ന നയനമോളെ പോലെ കൂടെ നിന്ന് സംരക്ഷിക്കുന്ന മറ്റൊരു മരുമകളും ഈ അനന്തപുര തറവാട്ടിലേക്ക് വന്നിട്ടില്ല. അത് ശരിയാ, ഇദ്ദേഹം പറഞ്ഞത് ശരി തന്നെയാ മോളെ. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അനാമികയെ കൊണ്ട് ഈ വീട്ടിൽ എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടോ? എന്തിന്? അനിയും അനാമികയും തമ്മിൽ 24 മണിക്കൂറും വഴക്കാണ്. ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഇവിടെ നയനമോളും അവളുടെ ചേച്ചി നവ്യയും ഇല്ലെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമാ അനാമിക മോള് തിരികെ വരാനായിട്ട് തയ്യാറായത്. എന്തായാലും അങ്ങനെയുള്ളൊരു സാഹചര്യത്തില് ദേവയാനി ഒരു കാര്യം ചെയ്യും, അനിയുടെ അടുത്ത് പോയിന്ന് സംസാരിക്കാൻ പറഞ്ഞു. അങ്ങനെ അച്ഛനും അമ്മയും പറയുന്നതൊക്കെ കേട്ടിട്ട് ദേവയാനിയാണെങ്കിലോ നമ്മുടെ അനിയുടെ അടുത്തേക്ക് ചെല്ലുക. മോനെ അനി, വല്യമ്മയ്ക്ക് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. എന്താ വല്യമ്മ? എന്ത് കാര്യമാണ് വല്യമ്മയ്ക്ക് സംസാരിക്കാനുള്ളത്? വല്യമ്മ പിന്നെ ഉണ്ടല്ലോ, വല്യമ്മ ഏട്ടത്തിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് എന്തുകൊണ്ടും എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കിയൊരു കാര്യമാണ്. മോനെ അതൊക്കെ അവിടെ നിൽക്കട്ടെ, എനിക്ക് പറയാനുള്ളത് നിന്റെ അനാമികയുടെ കാര്യത്തിലാ. എന്തെങ്കിലും ഒരു നീക്കുപോക്ക് ഉണ്ടാവണം. നിങ്ങളിങ്ങനെ എപ്പോഴും വഴക്കടിച്ചു കഴിഞ്ഞാൽ മതിയോ? നിങ്ങൾക്കും ഒരു കുട്ടിയും കുടുംബവും ഒക്കെ ആയിട്ട് ജീവിക്കണ്ടേന്ന് ചോദിച്ചു. ഇത് കേട്ടതും നമ്മുടെ അനി ചെറുതായിട്ടൊന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്റെ വല്യമ്മയ്ക്ക് അനാമികയെ കുറിച്ചിട്ട് നല്ലതുപോലെ അറിയാത്തത് കൊണ്ടാ വല്യമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അവളുണ്ടല്ലോ, നമ്മൾ ആരും വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല. അവൾ ഈ അനന്തപുര തറവാട്ടിലുള്ള ആൾക്കാരെയൊക്കെ തമ്മിലടുപ്പിച്ച് അത് കണ്ട് രസിച്ച് ജീവിക്കുന്ന ഒരുത്തിയ. സംശയം ഉണ്ടെങ്കിൽ വല്യമ്മ പഴയ ചില കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ പല പ്രശ്നങ്ങൾ ഉണ്ടായതും അതിന്റെയൊക്കെ പിന്നിൽ നിന്ന് കളിച്ചിട്ടുള്ളതും ഈ അനാമികയാണ്. അനി, നീ അങ്ങനെയൊക്കെ പറഞ്ഞ് വെറുതെ ആ കുട്ടിയെ മോശക്കാരിയാക്കി സംസാരിക്കല്ലേന്ന് ദേവയാനി അവനോട് പറഞ്ഞു. അത് കേട്ടിട്ടും നമ്മുടെ അനി പറയുന്നുണ്ട്, വല്യമ്മയ്ക്ക് അവളെ കുറിച്ച് നല്ലതുപോലെ അറിയത്തില്ല. അതുകൊണ്ടാ. എന്തായാലും അവളെ പോലെ ഉള്ള ഒരാളെ സ്നേഹിച്ച് എന്റെ ജീവിതം പാഴാക്കാനായിട്ട് ഞാൻ ഒരിക്കലും തയ്യാറുമല്ല. എനിക്ക് എന്റേതായ ഒരു രീതിയുണ്ട്, അറിയാലോ. ആദർശേട്ടനെ പോലെ അത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെയുള്ള എന്റെ ജീവിതത്തില് ഇതുപോലെയുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഞങ്ങൾ തമ്മിൽ പൊരുത്തപ്പെട്ടു പോവില്ല. മോനെ, എനിക്കറിയാം നീ നന്ദുവിനെ ഒരുപാട് സ്നേഹിച്ചിരുന്നതാണെന്നും അതുപോലെ നീയും നന്ദുവും തമ്മിലുള്ള ആ ഒരു ബന്ധം അത് നയന മോൾ അറിഞ്ഞിട്ടും അവളാണും ആരോടും പറയാതിരിക്കുകയൊക്കെ ചെയ്തതാണെന്നും. എന്തായാലും ഇനിയിപ്പൊ നിന്റെ ജീവിതം അനാമികയാണ്. അവളാണ് ഇനി നിന്റെ ജീവിതത്തിലുള്ള സഖി. അതുകൊണ്ട് അവളെ സ്നേഹിച്ച് നീ മുന്നോട്ട് പോണോന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഉപദേശം. അനിയാണെങ്കിൽ ഇതൊന്നും വലിയ കാര്യമാക്കാണ്ട് അങ്ങനെ നിൽക്കുക. പിന്നീട് നമ്മുടെ ആദർശം നയനയും കൂടെ ഓഫീസിലേക്ക് എത്തി. അവിടെ ചെന്നതും നയനയാണെങ്കിൽ അവളുടെ ക്യാബിനിലേക്ക് പോയി. ആദർശം നേരെ പോയത് അവന്റെ അച്ഛൻ നിൽക്കുന്ന ആ ഒരു ക്യാബിനിലേക്കാ. അവിടെ ചെന്നതും, അച്ഛനൊന്നിങ്ങി വന്നേ, എനിക്ക് അച്ഛനോട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. എന്താടാ മോനെ? എന്താ ഇന്ന് ഇറങ്ങിയ സമയത്ത് ദേവയാനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? അതിനെക്കുറിച്ച് തന്നെയാ സംസാരിക്കാനുള്ളത്. അച്ഛൻ അമ്മയുടെ സ്വഭാവത്തില് എന്തെങ്കിലും മാറ്റങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടോ? ഉണ്ട് മോനെ. 2-3 ദിവസമായിട്ട് അവളുടെ സ്വഭാവത്തില് മൊത്തത്തില് എന്തോ ഒരു പൊരുത്തക്കേട് എനിക്കും ഫീൽ ചെയ്യുന്നുണ്ട്. അത് ശരിയാ ഇതിനിടയിൽ എന്തൊക്കെയോ ചില കളികൾ നടക്കുന്നുണ്ടോന്ന് എനിക്കൊരു സംശയമില്ലാണ്ടില്ല. നവ്യ നയനയുടെ ഒപ്പം അവരാ വീട്ടിൽ നിന്ന സമയത്ത് അമ്മ മൊത്തത്തിൽ ടെൻഷൻ അടിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നല്ലോ. ഇപ്പതാ അമ്മയുടെ ആ ഒരു സങ്കടങ്ങളൊക്കെ മാറി ഞങ്ങളിങ്ങ് ഇറങ്ങുന്ന സമയത്ത്
ദേ നയനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡാണെന്നൊക്കെ പറഞ്ഞ് അവളെ ശകാരിക്കുന്ന രീതിയിലൊക്കെയാ അമ്മ ആ ക്യാൻ അവളുടെ കയ്യിലേക്ക് കൊടുത്തത്. എന്തായാലും എനിക്ക് അതൊക്കെ വെച്ച് മൊത്തത്തിലൊന്ന് ആലോചിച്ച് നോക്കുമ്പോൾ അമ്മയ്ക്കിപ്പം നയനയോട് പഴയതുപോലെയുള്ള ആ ഒരു ദേഷ്യമൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല. ഇനി അമ്മായിയമ്മയും മരുമോളും കൂടെ നമ്മളെ പറ്റിക്കുന്നതാണോ എന്നൊരു സംശയം. എന്താ അച്ഛൻ അങ്ങനെ തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചു. അത് കേട്ടതും ജയൻ പറഞ്ഞു, എടാ മോനെ, എനിക്കും അങ്ങനെ ഒരു സംശയം തോന്നാണ്ടിരുന്നില്ല. എന്തായാലും നമുക്ക് അന്വേഷിക്കാം. അങ്ങനെ അമ്മയും മോളും കൂടി നമ്മളെ പറ്റിക്കുന്നതാണെങ്കിൽ നമുക്ക് കണ്ടെത്താടാന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നു. പിന്നീടാണെങ്കിലോ ഓഫീസിൽ നിന്നുമൊക്കെ മടങ്ങി വരികയാണ് നമ്മുടെ നയനയും ആദർശവും ഒക്കെ. അങ്ങനെ വീട്ടിലെത്തിയ നയനയാണെങ്കിൽ അവിടെ ആ സെറ്റിയിൽ അങ്ങനെ ഇരിക്കുക. ഈ സമയമാണെങ്കിൽ അനാമിക നമ്മുടെ നയനയുടെ അടുത്തേക്ക് വന്നു. അവള് വീണ്ടും വല്യമ്മയെ പാട്ടിലാക്കിയിട്ട് ഈ വീട്ടിലേക്ക് കയറി കൂടിയതാണെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നയനയോട് മോശമായിട്ട് സംസാരിക്കുക അനാമിക. ഇത് കേട്ടതും അനാമികയെ കിട്ടിയ തക്കമാണല്ലോ. അനാമികയെ അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ അനാമികയെ, എനിക്ക് നിന്നോട് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ദേ, ഞാൻ ഈ വീട്ടിൽ നിൽക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഭർത്താവും എൻ്റെ അമ്മായിയമ്മയും മറ്റെല്ലാവരുടെയും ആ ഒരു അനുവാദത്തോടു കൂടി തന്നെയാണ് നിൽക്കുന്നത്. അല്ലാതെ ഒരിക്കലും ഞാൻ ഒരു കളവും ചെയ്തിട്ടല്ല ഈ വീട്ടിൽ നിൽക്കുന്നത്. അതൊക്കെ പറയാൻ നിനക്ക് എന്താ യോഗ്യതയെന്ന് അനാമിക തിരിച്ച് നയനയുടെ അടുത്ത് ചോദിച്ചു. ഇത് കേട്ടത് നയന പറഞ്ഞു, അതെ, എന്റെ അമ്മായിയമ്മ നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ സമയത്ത് നിനക്കൊരു നെക്ലസ് സമ്മാനിച്ചല്ലോ. ആ നെക്ലസ് കളവ് പോയതും അതിനുശേഷം എന്റെ അമ്മായിയമ്മയ്ക്ക് വയ്യാണ്ട് വന്നതും അവർ ആശുപത്രിയിലായതും അതിന്റെയൊക്കെ പിന്നില് നീയാണോ എന്നുള്ളത് എനിക്ക് നല്ലൊരു സംശയമുണ്ട്. എന്തായാലും എന്റെ അനുജത്തി അവള് പോലീസ് ഓഫീസറായി വരട്ടെ, അതിനുശേഷം കണ്ടെത്തും ഇതിന്റെയൊക്കെ പിന്നിൽ ആരാ കളിച്ചിരിക്കുന്നതെന്ന്. അങ്ങനെ എങ്ങാനും കണ്ടെത്തിയിട്ട് നീയോ നിന്റെ വീട്ടുകാരോ ആണ് ഇതിന്റെയൊക്കെ പിന്നിലെന്ന് അറിഞ്ഞു കഴിഞ്ഞാല് ഉറപ്പായിട്ടും നീ വിചാരിക്കുന്നത് പോലെ ആയിരിക്കില്ല ഈ ഞാനും എന്റെ അനുജത്തിയും ഒക്കെ പ്രതികരിക്കുന്നത്. പിന്നെ നിനക്ക് ഈ അനന്തപുരി തറവാട്ടില് താമസിക്കാനുള്ള അനുവാദം പോലും ലഭിക്കില്ല എന്നൊക്കെ പറയുക. ഇതൊക്കെ കേട്ട് വരണ്ട നിൽക്കുകയാണ് നമ്മുടെ അനാമിക. എന്തായാലും നയന ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഈ പണ്ട് ചെയ്ത കൃത്യങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കുമെന്നും അതൊക്കെ നമ്മുടെ നന്ദു പോലീസ് ഓഫീസറായി വന്നു കഴിഞ്ഞാൽ അന്വേഷിക്കുകയൊക്കെ ചെയ്യുമെന്ന് അറിയുമ്പോൾ ശരിക്കും പുള്ളിക്കാരി ഒന്ന് ഭയന്ന് ഇനി എന്തായാലും അവൾക്ക് അവളുടെ അച്ഛനിൽ അഭയം പ്രാപിക്കാനേ പറ്റുള്ളൂ. അയാളാണല്ലോ കുബുദ്ധിയുടെ ആശാൻ. അപ്പൊ എന്തായാലും ആ ഒരു വിശേഷങ്ങളൊക്കെയാണ് നാളെ നടക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പൊ ഓക്കെ, ഗുഡ് നൈറ്റ്.